ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം, അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് നിർത്താതെ ഇളക്കി കൊടുത്ത് മാവ് ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. കൂടെ തന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അതും ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ കൈവച്ച് കുഴച്ചെടുക്കുക. ഇനി കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുത്ത് ഇതിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് നേരെ ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ആവി കയറ്റിയെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് പരിപ്പും ഉഴുന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് തേങ്ങാ ചിരവിയതും ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലപോലെ തേങ്ങയൊക്കെ മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റവയുടെ ബോൾസും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.